മത്സരാർത്ഥികൾക്ക് പുതിയൊരു ടാസ്ക് കൂടെ കൊടുത്തിരിക്കുകയാണ്. ടാസ്കിന്റെ പേര് മണി ട്രിക്ക്. അതായത് ഒരു ഹെഡ് ഗിയറിൽ മണി ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവര് മിക്കവാറും ആൾക്കാരും രണ്ട് കാല് ചവിട്ടിയാണ് നിൽക്കുന്നത്. പക്ഷെ ബസർ അടിച്ചു കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് ഒറ്റക്കാലിൽ നിൽക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ കാണുന്നത് രണ്ട് കാല് ചവിട്ടി തന്നെ നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. ഈ മണി കിലുങ്ങല്ലേ, മണി കിലുങ്ങാതെ അവിടെ നിൽക്കണം. ആരുടെ മണി കിലുങ്ങുന്നോ അവര് ഔട്ടായി എന്നുള്ളതാണ്. ഇവിടെയും രതീഷ് തന്നെയാണ് വിധികർത്താവ്. പക്ഷെങ്കില് ആദ്യം അർജുൻ ഔട്ടായി, അങ്ങനെ കുറെ പേരൊക്കെ ഔട്ടായി പോയിട്ടുണ്ട്. ജിൻഡോ ഒക്കെ ഔട്ടായി പോയിട്ടുണ്ട്. അപ്പൊ ഈ അർജുനൊക്കെ ശ്രീധുവിനെ ഒത്തിരി വന്ന് ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ചിരിക്കുമ്പം മണി കിലുങ്ങും എന്നുള്ളതാണ്. അപ്പൊ എല്ലാരും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് ഓരോരുത്തരുടെ മുന്നിൽ കേട്ടോ. ജിൻഡോ ഒക്കെ ഗബ്രിയുടെ നേരെ ജിൻഡോയും പോയായിരുന്നു. ഗബ്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അപ്സരെ പ്രൊവോക്ക് ചെയ്ത് ചിരിപ്പിച്ചപ്പം മണി കിലുങ്ങി, അങ്ങനെ ഔട്ടായി. എന്തായാലും രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആണെന്ന് വലിയ ഊർജം കാണിക്കുന്നില്ല ആരും. കാര്യം ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കഴിഞ്ഞു. അടുത്ത ആഴ്ചയിലെ ക്യാപ്റ്റൻ ഇപ്പം ഋഷിയാണ്. അങ്ങനെയുള്ള ടാസ്കുകളൊക്കെ അങ്ങനെ കഴിഞ്ഞു. പവർ ടീമിലേക്കുള്ള ടാസ്കിൻ്റെതും കഴിഞ്ഞതാണ്. അപ്പം വലിയ ഊർജം കാണിക്കുന്നില്ല ആരും. എങ്കിലും രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ എനിക്ക് ടാസ്കില് ഓരോരുത്തർ ഔട്ടായി പോയവരൊക്കെ രതീഷിന്റെ നേരെ ഓരോന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അപ്പം താൻ എന്നെ ആടൂ, താൻ അങ്ങനെ ആടൂ, താൻ എനിക്ക് നിയമം അറിയത്തില്ലടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ജാസ്മിനൊക്കെ ഒരു ശകലം, ജാസ്മിന് ബഹുമാനം എന്ന് പറയുന്ന ഒരു കാര്യം ഉള്ളതല്ലല്ലോ. അമ്മ ഒരു ഗസ്റ്റായിട്ട് ആ രതീഷ് അവിടെ വന്നെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരു ഗെയിമിലും പങ്കെടുപ്പിക്കുന്നില്ല. എല്ലാ ഗെയിമിലും ഇങ്ങനെ വിധികർത്താവായിട്ടാണ് നിർത്തുന്നത്. ജാസ്മിനൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുകയാണ് രതീഷിന്റെ നേരെ. അപ്പം കഴിഞ്ഞ ഒരാഴ്ച 2 ദിവസത്തിന് മുമ്പേ രതീഷിനോട് പറയുകയും ചെയ്തായിരുന്നു, താൻ 7 ദിവസം നിന്നിട്ട് പോയതല്ലേടൂ, ഞാൻ ഇവിടെ നിന്ന് 51 ദിവസമായി എന്നൊക്കെ 50-ാം ദിവസം കഴിഞ്ഞുടനെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ രതീഷിന് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കായിരുന്നു ജിൻഡോയോടൊക്കെ. എന്തായാലും ഒട്ടും ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് ജാസ്മിനൊക്കെ രതീഷിനോട് സംസാരിക്കുന്നത്. കൂടി രതീഷ് പറയുന്നുണ്ട്, ഞാൻ ഒരു പുഴുങ്ങിയ ജഡ്ജായി പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഇതിൽ ആരായിരിക്കും വിജയി എന്നുള്ളത് അറിയത്തില്ല. ടാസ്ക് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ അപ്ഡേറ്റുമായിട്ട് ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും.